വിവിധ തരത്തിലുള്ള യാഥാസ്ഥിക തത്വങ്ങൾ സമൂഹത്തിൽ പിടിമുറുക്കുന്ന കാലത്ത് ലോകക്ഷേമത്തിനായി വൈദികാചാരമായ സോമയാഗം കോഴിക്കോട്ട് തുടരുന്നു. കശ്യപ വേദിക് റിസർച്ച് ഫൗണ്ടേഷൻ കുലപതി ആചാര്യ എം.ആർ. രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സോമയാഗം മലബാറിൽ ആദ്യത്തേതാണ്. പ്രപഞ്ചത്തിന്റെയും അതിലെ ജീവജാലങ്ങളുടെയും വികാസത്തെ പ്രതീകവൽക്കരിക്കുന്നതിനുള്ള ഒരു സമഗ്രമായ വേദിയായിരുന്നു സോമയാഗം. പ്രാചീന മധ്യകാല ആധുനിക ചരിത്രത്തിലെ സോമയാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു കോഴിക്കോട് നടക്കുന്ന സോമയാഗം. ജാതിലിംഗ പ്രായഭേദമന്യേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ ജ്വലിപ്പിക്കാൻ സോമയാഗത്തിലൂടെ സാധിക്കുമെന്ന് ആചാര്യ എം.ആർ. രാജേഷ് പറഞ്ഞു. മാതാ അമൃതാനന്ദമയി ദേവിയാണ് മുഖ്യ രക്ഷാപീഠം അലങ്കരിക്കുന്നത്. കർണാടകത്തിലെ ഷിമോഗ ജില്ലയിലെ തുത്തുംഗ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്കൃതം സംസാരിക്കുന്ന ഏക ഗ്രാമമായ മാത്തൂരിൽ നിന്നുള്ള 50-അംഗ പുരോഹിത സംഘമാണ് സോമയാഗത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും ഭക്ഷണമെന്ന ആശയത്തിലൂന്നി നടത്തുന്ന സോമയാഗത്തിന് 2 കോടിയോളം രൂപയാണ് ചിലവ്. സോമയാഗത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം അന്നദാനമാണ്. അതിനുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വലിയൊരു പങ്ക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ജൈവവളം ഉപയോഗിച്ച് വിളയിച്ചെടുത്തവയാണ്. സസ്യാഹാരവും പ്രകൃതി സൗഹാർദ്ദവും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമായി സോമയാഗത്തിനായി തെരഞ്ഞെടുത്ത ഭൂമിയിൽ ജൈവ കാർഷിക വിളകളുടെ വിളവെടുപ്പിന് ഡിസംബർ 15-ന് തന്നെ തുടക്കമായിരുന്നു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ആയിരക്കണക്കിന് വിശ്വാസികളുടെ പുരയിടങ്ങളിലും വയലുകളിലും വിളയിച്ചെടുത്ത അരിയും പച്ചക്കറികളുമാണ് അന്നദാനത്തിനായി ഉപയോഗിച്ചത്. തികച്ചും പ്രകൃതി സൗഹാർദ്ദ രീതിയിൽ നടക്കുന്ന സോമയാഗത്തിന്റെ ഒരു ഭാഗത്തും യാതൊരു വിധത്തിലും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല. സോമയാഗ സന്ദേശ പ്രചരണാർത്ഥം മൂകാംബികയിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും 2 രഥയാത്രകളും പുറപ്പെട്ടിരുന്നു. സോമയാഗത്തിലെ അഗ്നിഷ്ടോമം എന്ന ഇനമാണ് കോഴിക്കോട് നടക്കുന്നത്. എല്ലാ സോമയാഗങ്ങളുടെയും അടിസ്ഥാനമാണ് അഗ്നിഷ്ടോമം. അതുപോലെ വ്യക്തിക്ഷേമത്തിനായുള്ള വഴിപാടുകളെ സോമയാഗം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. 1008 പേരടങ്ങുന്ന പ്രത്യേക സമിതിയാണ് സോമയാഗത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ലോകമെമ്പാടുമുള്ള വേദപണ്ഡിതന്മാർ പങ്കെടുക്കുന്ന വേദ സെമിനാറുകളും സോമയാഗത്തിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ആചാര്യസഭ, ന്യായസഭ, ഗോകൃതിശുദ്ധി സഭ, വിദ്യുത് സഭ, രാഷ്ട്രമീമാംസക സഭ, അർത്ഥസഭ, ധർമ്മ സൗഹാർദ്ദ സഭ എന്നിവയും ഇതിലുണ്ട്. ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും സാഹിത്യങ്ങളും അവയുടെ ശാഖകളും ഉൾപ്പെടുത്തി ദേശീയ വൈദിക പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്. 13-ന് ആരംഭിച്ച സോമയാഗം 19-ന് സമാപിക്കും.